ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാനൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഗോതമ്പ് പൊടി മുട്ടയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. ഹെൽത്തി എന്ന് പറയുമ്പോൾ വേറെ ഒന്നും അല്ല കേട്ടോ, ഞാനിത് സ്റ്റീം ചെയ്തിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുവാണ്, ഡീപ് ഫ്രൈ അല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹെൽത്തി എന്ന് പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത്. ഈ ഗോതമ്പ് പൊടിക്കകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നത് പറയുമ്പോൾ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെയല്ലേ, അത്രയ്ക്ക് ടൈറ്റ് ആവേണ്ട, കുറച്ചൊന്ന് ലൂസാക്കിയിട്ട് അതുപോലെ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വെക്കണം. മാവ് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. ഇനി നമുക്കിതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഫില്ലിങ്ങിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയ 2 പച്ചമുളക്, ഒരു വലിയൊരു തക്കാളി, പിന്നെ കുറച്ച് ഇഞ്ചി കൊത്തിയരിഞ്ഞതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. അപ്പം മല്ലിയില ജസ്റ്റ് ഓപ്ഷണലാണ് കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അതിന് പകരം നമുക്ക് കരിവേപ്പില വേണമെങ്കിൽ ഇടാം. പിന്നെ വേണ്ടത് 2 മുട്ടയാണ്. ഇനി നമുക്കൊരു പാൻ ചൂടായതിനു ശേഷം അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കുറച്ച് കടുകും പൊട്ടിച്ച് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പിന്നെ പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഉള്ളി പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പൂടെ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഉള്ളി നല്ലോണം ചെറുതായിട്ടൊന്ന് വാടിയ ശേഷം അതിനകത്തേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഉള്ളി നല്ലോണം വഴണ്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്നൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2-3 മിനിറ്റ് ഇതിനെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റ് ഞാൻ മൂടി വെച്ച് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ നമുക്ക് നമ്മുടെ മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കുറച്ചൊരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ആഡ് ചെയ്തു. ഇനി ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗരം മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് മീറ്റ് മസാലയോ ചിക്കൻ മസാലയോ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, കുരുമുളകിൻ്റെയും മറ്റേ പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ് ഇതിനകത്തുള്ളത്. ഇനി നമുക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 2 മുട്ട കൂടി ഇതിനകത്തേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ട് അതിനെ ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് മുട്ട നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് വീണ്ടും ഇതിനെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ വെന്ത് ഫില്ലിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ചേർത്ത് കഴിയുമ്പോൾ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പ് മാവില്ലേ, അതിന് കൈകൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് ഇതിൻ്റെ നടുക്കോട്ട് നമ്മുടെ ഈ ഫില്ലിങ് വെച്ച് ഒന്ന് ഉരുട്ടി ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ പരത്തുമ്പോൾ നമ്മുടെ കല്ലേലും പിന്നെ നമ്മുടെ കയ്യിലൊക്കെ കുറച്ചൊന്ന് എണ്ണ തടവിയിട്ട് പരത്തിയെടുക്കുകയാണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പരത്തിയെടുക്കാൻ പറ്റും ഈസി ആയിട്ട് തന്നെ. അതാ ഇനി ഇതുപോലെ ഫില്ലിംഗ് ഒന്ന് വെച്ചിട്ട് ഇതിനെ ഒന്ന് ഒരു ഉണ്ടയുടെ പരുവത്തിൽ നമ്മൾ ഈ ശർക്കരയും തേങ്ങയൊക്കെ വെച്ച് ഫില്ല് ചെയ്തെടുക്കത്തില്ല ഉണ്ടയൊക്കെ, അപ്പോൾ അതുപോലെ ഒന്ന് നടുക്ക് വെച്ചിട്ട് ഇനി ഒന്ന് ഉരുട്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിവിടെ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, നമ്മൾ സ്റ്റീം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ എല്ലാം ഒന്ന് പരത്തി എടുത്തിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടൊരു 10 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ഈവനിങ് സ്നാക്സ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ഇതുപോലെ തന്നെ വേണമെങ്കിൽ കഴിക്കാം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഒത്തിരി ഇഷ്ടപ്പെടും, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ സ്റ്റീമർ ചെറുതായതുകൊണ്ട് ഞാൻ 3 വെച്ചിട്ടാണ് കേട്ടോ സ്റ്റീം ചെയ്യണേ. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഇതിനൊന്നും 2 സൈഡും തിരിച്ച് മറിച്ചിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നെയ്യിനെ കഴിഞ്ഞ് നല്ലത് ബട്ടർ കേട്ടോ. അപ്പോൾ ബട്ടർ നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്തില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നെയ്യ് ഇട്ടത്. അപ്പോൾ ഇതിന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച്
കുറച്ച് മല്ലിയില കൂടെ ഇതിനെ പുറത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുമല്ല ടേസ്റ്റ് അതുപോലെ തന്നെ ഹെൽത്തിയുമാണിത്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയിലൂടെ അടുത്ത ആഴ്ച വീണ്ടും കാണാം.